ഈ മഴ പല ഭാഗത്തും തുടരുന്നുവെന്നാണ് നമുക്കിപ്പോൾ വാർത്ത വരുന്നത്. ഇനി തിരുവനന്തപുരത്തേക്ക് അജീഷ് ജയകുമാർ തത്സമയം ചേരുന്നു. അജീഷ്, വിവരങ്ങൾ. SK എന്തായാലും തിരുവനന്തപുരത്ത് മലയോര മേഖലയിലും ഒപ്പം തന്നെ നഗരത്തിലും ഇന്നലെ വൈകിട്ട് മുതൽ അതിശക്തമായ മഴ തുടരുകയാണ്. ഇപ്പോൾ നഗരത്തിൽ മഴയുടെ തോത് നേരിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ മലയോര മേഖലയിൽ ഇപ്പോഴും അതിശക്തമായ മഴ തുടരുന്നുണ്ട്. കാട്ടാക്കട അതേപോലെ തന്നെ നെടുമങ്ങാട് മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിട്ടുള്ളത്. കാട്ടാക്കടയിൽ പലയിടത്തും മഴ കാരണം നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ചെമ്പനാക്കോട് ഈ കശുവണ്ടി ഫാക്ടറിയുടെ മതിലിടിഞ്ഞ് വീണ് അതിനോട് ചേർന്നുള്ള വീട് തകർന്നുവെന്നാണ്. ഈ വീട്ടിനുള്ളിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. സിന്ധു എന്ന സ്ത്രീയെ നാട്ടുകാരെത്തിയാണ് രക്ഷപ്പെടുത്തിയത്. ഒപ്പം തന്നെ കാട്ടാക്കട ചാരുപാറയിൽ ഇവിടെ വിശ്വദീപ്തി എന്ന സ്വകാര്യ സ്കൂളിനെ സമീപത്ത് താമസിക്കുന്ന ഹരിഹരൻ നായരുടെ വീട്ടിലേക്ക് ഈ വെള്ളം ഇരച്ചു കയറി. അവിടുത്തെ സെപ്റ്റിക് ടാങ്ക് അത് തകർക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഈ ബോണക്കാട് വിതുര റോഡിലും മണ്ണിടിച്ചിലുണ്ടായി. ഈ മണ്ണിടിച്ചിലുണ്ടായ തുടർന്ന് അവിടുത്തെ റോഡ് അടച്ചിട്ടുണ്ട്. അവിടുത്തെ ഗണപതിപ്പാറ എന്ന സ്ഥലത്താണ് ഈ മണ്ണിടിച്ചൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നാളെ രാവിലെ മാത്രമേ ഇവിടുത്തെ മണ്ണ് മാറ്റാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ ഗതാഗതം പൂർണ്ണമായി പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. ശക്തമായ മഴ തുടരുന്നത് കൊണ്ട് തന്നെ തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട നദികളിലൊക്കെ തന്നെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. വാമനപുരം നദിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ തീരപ്രദേശത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും തലസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരാൻ തന്നെയാണ് സാധ്യത. ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്.